കേരളത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളെ മാത്രമല്ല, ഗൾഫിലെ പ്രവാസികളെയും ചേർത്ത് പിടിച്ച നേതാവായിരുന്നു VS അച്യുതാനന്ദൻ. അകലെ VS വിട പറയുമ്പോൾ കണ്ണീരിലായിരുന്നു ഇവിടെ പ്രവാസികളും. കേരളത്തിലെ 3 കാലഘട്ടം വളരെ സ്പെസിഫിക്കായിട്ട് രേഖപ്പെടുത്തി പോയ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ശ്രീ VS അച്യുതാനന്ദൻ. അത് 3 കാലഘട്ടം എന്ന് പറയുന്നത്, ഒന്ന് സർ CP-യുടെ കാലഘട്ടം, അദ്ദേഹം നടത്തിയ വിപ്ലവകരമായ പ്രവർത്തനങ്ങൾ, അതൊരു കാലഘട്ടത്ത് അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് അവിടെ ചേർന്നിട്ടുണ്ട്. രണ്ടാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത് അത് പട്ടിണിയുടെ കേരളം ഉണ്ടായിരുന്നു. കേരളം പിറന്ന ഉടനെ പട്ടിണി കേരളമായിരുന്നു. ആ പട്ടിണി കേരളത്തിൽ തൊഴിലാളി പ്രസ്ഥാനങ്ങളെ അണിനിരത്തി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശക്തമായി പ്രവർത്തിച്ച ഒരു നേതാവ്. അവിടെയും അദ്ദേഹത്തിൻ്റെ വലിയൊരു കയ്യൊപ്പുണ്ട്. മൂന്നാമത്തെ കയ്യൊപ്പ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായും അത് കഴിഞ്ഞ് മുഖ്യമന്ത്രിയായും രേഖപ്പെടുത്തിയ ഒരു നേതാവ്. ഈ 3 കാലഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെതായ ശൈലിയിൽ പ്രവർത്തിച്ചു. അതിൽ വ്യത്യസ്ത തലങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. എന്നാലും കേരളത്തിൻ്റെ പൊതുവായ എല്ലാ മുന്നേറ്റത്തിനും അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പിട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അന്ന് VS-നെ കുറിച്ച് ഓർക്കുമ്പോൾ ഇന്നത്തെ കാലത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ മാധ്യമങ്ങളെ വിളിച്ചു പറഞ്ഞാണ് ഒരിടത്തേക്ക് പോകുന്നത്. അന്ന് VS എവിടെ പോകുന്നത് അവിടേക്ക് മാധ്യമപ്രവർത്തകർ ഓടിയെത്തുന്ന ഒരു സംഭവമാണ് ഉണ്ടായതുള്ളത്. VS-നെ പറ്റി ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരുടെയും മനസ്സിൽ തെരഞ്ഞു നിൽക്കുന്നത് എല്ലാവർക്കും വേണ്ടി സ്വയം ഒഴുകിത്തീർന്ന ഒരു മനുഷ്യൻ, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്. ആളുടെ മനസ്സിൽ സ്ത്രീ സുരക്ഷ ഒരു പ്രധാനമായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു. സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ഭരണകർത്താവിൻ്റെ മുന്നിൽ പ്രവാസികളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കും. ഇനി പ്രവാസി എന്നുള്ള നിലയിൽ നോക്കുമ്പോൾ സത്യത്തിൽ അദ്ദേഹം UAE-യിൽ 2 തവണയോ മറ്റുമാണ് അദ്ദേഹം വന്നിട്ടുള്ളൂ. പക്ഷേ അദ്ദേഹം ഈ 2 തവണ നമ്മൾ നിരന്തരം സന്ദർശിക്കുന്ന രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് വ്യത്യസ്തമായി VS 2 തവണത്തെ സന്ദർശനം കൊണ്ട് എന്താണ് പ്രവാസി വേദന എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ പ്രവാസി ക്ഷേമനിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ലോകത്ത് മുഴുവൻ, കേരളത്തിലെ മുഴുവൻ തൊഴിലാളികൾക്കും ക്ഷേമനിധി ഉണ്ട്. പക്ഷേ പ്രവാസികൾ നമുക്കറിയാം, എല്ലാവരും കാണുന്നത് വെളുത്ത ഭയങ്കര വലിയ സൗകര്യങ്ങളുള്ള മനുഷ്യരെക്കുറിച്ചാണ്. ഇപ്പോൾ പ്രവാസികൾ എന്ന് പറയുമ്പോൾ യൂസഫ് അലിയും പ്രവാസിയാണ്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനത്തെ പണിയായും പ്രവാസിയാണ്. 2 പേരെയും ഒരേ രൂപത്തിൽ കാണാൻ പറ്റില്ല, ഒരേ വർഗ്ഗമല്ല. ഒരു സമൂഹമാണെങ്കിൽ ഒരു വർഗ്ഗമല്ല. അപ്പോൾ വർഗ്ഗപരമായി പ്രവാസിയെ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റ് ബോധ്യത്തിൽ. വർഗ്ഗപരമായി തൊഴിലാളികളെ എങ്ങനെ കാണണം, അതുകൊണ്ട് സാധാരണയായ മനുഷ്യൻ, പ്രവാസികളായ മനുഷ്യൻ അവിടെ നാട്ടിലെ തൊഴിലാളി അനുഭവിക്കുന്നതിനേക്കാളും പ്രയാസമുണ്ട് എന്നുള്ളത് അദ്ദേഹം അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ട് അതിൻ്റെ അർത്ഥത്തിലാണ് പ്രവാസി ക്ഷേമനിധി നടപ്പിലാക്കുന്നത്. അതിപ്പോൾ വലിയ വിപ്ലവകരമായ പെൻഷനിലേക്ക് എത്തുക. അന്ന് 500 രൂപയാണെങ്കിൽ ഇന്ന് ഇപ്പോൾ 3500, ഇപ്പോൾ 7000 വരെ ലഭിക്കും. സഖാവിനെ യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ ഈ വന്ന ഒരു ജനം യഥാർത്ഥത്തിൽ നമ്മൾ മിസ് ചെയ്യുന്നത് ഇപ്പോൾ നാട്ടിലായിരിക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ് ഓരോ പ്രവാസിക്കും. നാട്ടിൽ മുഴുവനായിട്ടുള്ള ആളുകളുടെ ആ ഒരു വികാരം ഒക്കെ യഥാർത്ഥത്തിൽ ഇവിടെ പ്രവാസികൾക്ക് ഇന്ന് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് പോകാത്തത്. ഇന്ന് കുട്ടികൾ കളിച്ച് നടക്കുന്ന പ്രായത്തിൽ അദ്ദേഹം 15ാമത്തെ വയസ്സിൽ രാഷ്ട്രീയത്തിലോട്ട് വരികയാണ്, കോൺഗ്രസ്സിലോട്ട് വരുന്നു. 6ാമത്തെ വയസ്സിൽ പഠനം നടത്തി അദ്ദേഹം ഇന്ന് ഇവിടെ ഈ നിലയിലെത്തിയത് ഒരു മഹാ അത്ഭുതമാണ്. ത്യാഗോജ്വലമായ ജീവിതത്തിലൂടെയാണ് എത്തിയത്. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഓർക്കേണ്ടത്, പരിസ്ഥിതി രാഷ്ട്രീയം സാമൂഹ്യ വിഷയമായിട്ട് ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ശക്തമായ ഭാഷയിൽ അത് ഉയർത്തിക്കൊണ്ടുവന്നൊരു നേതാവാണത്. VS-നെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്കൂൾ തലം മുതൽ തന്നെ VS എന്ന് പറയുമ്പോൾ ഒരു വികാരമാണ്. കാരണം ഇപ്പോൾ ഞാൻ VS-ൻ്റെ അന്ത്യകർമ്മങ്ങൾ കണ്ടിട്ടാണ് ഈ പരിപാടിക്ക് വന്നത്. പക്ഷേ നമ്മുടെ എന്താ പറയുക, ചങ്കിലൊരു വേദനയാണ് ശരിക്കും VS എന്ന് പറയുന്നത്. VS പോയി നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല.
വി എസിൻ്റെ രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് അഭിപ്രായ വ്യത്യാസമുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ വി എസിൻ്റെ നിലപാടുകൾ, നമ്മുടെ വിഷയങ്ങളെക്കുറിച്ചുള്ള ഉള്ള നിലപാടിനെ അനുകൂലിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിനപ്പുറത്ത് കേരളത്തെ നിലനിർത്തുന്നതിന് വേണ്ടി, പ്രത്യേകിച്ച് പരിസ്ഥിതിപരമായ കാര്യങ്ങൾ, അതുപോലെ ഭൂമാഫിയ, അഴിമതി, സ്ത്രീപീഡനം, ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ വി എസിൻ്റെ നിലപാടിനോട് പൂർണ്ണമായി പലപ്പോഴും യോജിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രിയ നേതാവ് വി എസ് അച്യുതാനന്ദൻ്റെ ജ്വലിക്കുന്ന ഓർമ്മകളിലാണ് ഒമാനിലെ പ്രവാസി മലയാളികൾ. ആദ്യമായും അവസാനമായും 2000-ലാണ് വി എസ് മസ്കത്തിലെത്തുന്നത്. 5 ദിവസം നീണ്ടുന്ന പരിപാടികളിലായി വി എസ് പ്രവാസികളുമായി അടുത്തിടപഴകുകയും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയുമാണ് മടങ്ങിയത്. റൂവി CBDയിലുള്ള ഭവാന്റെ ഓഡിറ്റോറിയത്തിൽ നൽകിയ സ്വീകരണത്തിൽ സുബ്രഹ്മണ്യപുരിയുടെ പേരുള്ള അവാർഡ് വി എസിന് സമർപ്പിച്ചു. അന്നത്തെ കൈരളി ഒമാൻ ജനറൽ സെക്രട്ടറിയും നിലവിൽ NRI കമ്മീഷൻ അംഗവുമായ PM ജാബിറായിരുന്നു വി എസിന് പുരസ്കാരം നൽകിയത്. ആ സ്വീകരണ യോഗം പ്രവാസികളെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരുന്നു. സഖാവ് വി എസുമായി അടുത്ത ബന്ധം പുലർത്താൻ എനിക്ക് സാധിക്കുകയുണ്ടായി. സഖാവ് 2000-ൽ ഒമാനിൽ വന്നപ്പോൾ ഏതാനും ദിവസം അദ്ദേഹത്തോടൊപ്പം തന്നെ കൂടുതലുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുവാൻ എനിക്ക് സാധിച്ചു. കൈരളി സംഘടനയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് വിവിധ സ്വീകരണങ്ങൾ നൽകി. മസ്കറ്റിൽ മാത്രമല്ല, സൊഹാർ തുടങ്ങിയ പ്രദേശങ്ങളിലും. അൽക്കല എന്ന പ്രദേശത്ത് ഒരു തൊഴിലാളി ക്യാമ്പിൽ നൽകിയ സ്വീകരണത്തിൽ 100 കണക്കിന് തൊഴിലാളികളാണ് അദ്ദേഹത്തെ കേൾക്കാനായി വളരെ വൈകിട്ട് പോലും എത്തിയിട്ടുള്ളത്. സൊഹാറിലും അതേപോലെ തന്നെ മറ്റ് പല ഭാഗങ്ങളിലും. മസ്കറ്റിൽ വെച്ച് അദ്ദേഹത്തിന് സുബ്രഹ്മണ്യൻ പോറ്റി അവാർഡ് അദ്ദേഹത്തിന് കൈമാറാനുള്ള അസുലഭമായിട്ടുള്ള അവസരം എനിക്ക് ലഭിക്കുന്നുണ്ടായി. മഹേഷിൻ്റെയും അതേപോലെ തന്നെ ഭദ്രൻ്റെയും മറ്റും സാന്നിധ്യത്തിൽ, കൈരളി പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന് അവാർഡ് നൽകുവാൻ എനിക്ക് സാധിക്കുന്നു. ഒമാനിലെ സന്ദർശനത്തിൻ്റെ ഭാഗമായി സൊഹാർ, സീബ്, സലാല ഉൾപ്പെടെ ഒമാൻ്റെ വിവിധ ഭാഗങ്ങളിൽ വി എസിന് സ്വീകരണ പരിപാടികൾ ഒരുക്കിയിരുന്നു. ഇതിൽ സംഘാടകരെ വരെ ഞെട്ടിച്ചത് നിസ്വയിൽ നിന്ന് മുദൈബിയയിലേക്ക് പോകുന്ന വഴിയിലുള്ള അൽക്കല എന്ന സ്ഥലത്ത് നൽകിയ സ്വീകരണമാണ്. ഇവിടെ നിർമ്മാണ തൊഴിലാളികൾ ഉൾപ്പെടെ സാധാരണക്കാരായ പ്രവാസികൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമായിരുന്നു. ഇവിടെ എത്തിയ പ്രിയ നേതാവിനെ അവർ ആവേശത്തോടെ വരവേറ്റു. തൊഴിലാളികൾ മുദ്രാവാക്യം വിളിച്ചു. 76-ാം വയസ്സിലും നല്ല ചുറുചുറുക്കോടെയാണ് വി എസ് ഓരോ സ്വീകരണ യോഗത്തിലും പങ്കെടുത്തിരുന്നതെന്ന് അന്നത്തെ കൈരളി പ്രവർത്തകർ ഓർമ്മിക്കുന്നുണ്ട്. ഒമാനിൽ നിന്നും മടങ്ങിയതിന് ശേഷവും കൈരളി പ്രവർത്തകരുമായി വി എസ് തൻ്റെ ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്നു. പ്രവാസികളുടെ ഓരോ കാര്യങ്ങളും അദ്ദേഹം ചോദിച്ചറിയുകയും ചെയ്തിരുന്നു. പ്രവാസി ക്ഷേമനിധി നടപ്പിലാക്കിയപ്പോൾ അതിലേക്ക് ആളുകളെ ചേർക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം നിരന്തരം വിളിച്ചു ചോദിച്ചുകൊണ്ടിരുന്നു. വി എസ് 2006-ൽ മുഖ്യമന്ത്രിയായതിനു ശേഷമാണ് പ്രവാസി ക്ഷേമനിധി ബോർഡ് നിലവിൽ വരുന്നത്. സഖാവ് സുൽത്താനിലുണ്ടായിരുന്ന ആ ദിവസങ്ങൾ പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് കുതിക്കാനുള്ള ഊർജം സമ്മാനിച്ചുവെന്ന് കൈരളി ഭാരവാഹികൾ ഇപ്പോഴും പറയുന്നുണ്ട്. അപ്പോൾ പ്രവാസി ക്ഷേമനിധിയുടെ ആദ്യത്തെ ഡയറക്ടർ ബോർഡിൽ തന്നെ എന്നെ അദ്ദേഹം ഉൾക്കൊള്ളിക്കുകയുണ്ടായി. അങ്ങനെ പ്രവാസികൾക്ക് വേണ്ടി, സാധാരണക്കാരായ എല്ലാവർക്കും വേണ്ടിയും അദ്ദേഹം തൻ്റെ ജീവിതം ഒഴിഞ്ഞുവെച്ചു. സഖാവിൻ്റെ വിയോഗത്തിൽ വളരെ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയാണ്. കോമ്രേഡ് വി എസ് വിൽ ബി റിമെമ്പേർഡ്. റെഡ് സല്യൂട്ട്സ് കോമ്രേഡ് വി എസ്.